എപ്പോഴും നമ്മുടെ മുമ്പിൽ എപ്പോഴും നമ്മുടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ ദൈവത്തിന് കൊടുത്ത് ഇങ്ങോട്ട് തരാനുണ്ടാകണം. അപ്പം നിങ്ങൾ ഓർക്കും ഇതെന്ത് ഇങ്ങനെ പറയണമെന്ന്. ഇങ്ങോട്ട് തരാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾക്ക് തരാനുണ്ടാവും. എപ്പോഴും നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉടമ്പടി എടുത്തവരായാലും ഇല്ലാത്തവരായാലും എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളൊരു ദൈവമായിട്ട് കുറേ നാൾ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണ കുറേ സത്യങ്ങളുണ്ട്. അതിൽ ഒരു സത്യം എന്ന് പറയണത്, കുറേ കാര്യങ്ങൾക്ക് നോൺ പേയ്മെൻ്റാണ് ഉള്ളത്. കുറേ കാര്യം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി സഹിക്കുന്ന കുറേ കാര്യങ്ങൾക്ക് കറണ്ട് പേയ്മെൻ്റ് ഉണ്ടാകരുത്. നമ്മുടെ എപ്പോഴും ഉള്ള പ്രശ്നം ഈ കറണ്ട് പേയ്മെൻറ്റുമായിട്ട് ആൾക്കാർ എപ്പോഴും മൽപ്പിടുത്തമാണ്. ഞാൻ 4 തിരി കത്തിച്ചില്ലേ, 5 തിരി കത്തിച്ചില്ലേ, എൻ്റെ മകൾക്ക് കാനഡയിൽ വിസ പ്രോസസ് ചെയ്ത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് സങ്കടപ്പെട്ട് നടക്കുന്ന ആൾക്കാരില്ലേ. അവരുടെ അവസ്ഥ കൊണ്ട് അവർ പറയണതാണ്. പക്ഷേ കുറേ കാര്യങ്ങളെങ്കിലും നമ്മൾക്ക് ഒരു കണ്ടീഷൻ അല്ലാത്ത, ഇപ്പോൾ ദൈവം നമുക്ക് തരുന്നത് എന്താണ്? അൺകണ്ടീഷൻ ലവാണ്. കണ്ടീഷൻസ് ഒന്നും വെക്കാത്ത ലവാണ്. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് എന്തായിരിക്കണം? കണ്ടീഷൻസ് ഒന്നും വെക്കാത്തതായിരിക്കണം. ഇപ്പം നിങ്ങൾ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടല്ലോ. എന്താ കണ്ടീഷൻസ്? നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ വരെ ചെയ്യുന്നു, അതുകൊണ്ട് നമ്മുടെ മകളുടെ കല്യാണം നടത്തി തരണം, നമ്മുടെ കുഞ്ഞുങ്ങളെ തരണം. അപ്പം കണ്ടീഷൻസ് ഇല്ലേ? ഇറ്റ്സ് ഓക്കെ. ഉടമ്പടിയുടെ ഒരു ഫോർമാറ്റ് അതാണ്. പക്ഷെ അല്ലാതെ തന്നെ ഈ കളത്തിന് പുറത്തും കളികൾ നടക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷനുമില്ലാതെ നീ ദൈവവും തമ്മിലുള്ള ഒരു വെർച്വൽ ഉടമ്പടി നിലവിലുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെർച്വൽ ഉടമ്പടിക്കുള്ള സാധ്യതയുണ്ട്. അൺഫിസിക്കലായിട്ടുള്ള ഒരു ഉടമ്പടിക്ക് സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അതൊരു രഹസ്യധാരണയാണ് ദൈവമായിട്ടുള്ള ജീവിതത്തിൽ. ഇപ്പം നമ്മൾ ചില ദിവസങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ച് മനുഷ്യന്മാർ പലരും പ്രാർത്ഥിക്കണത് എന്താ? ഇപ്പം ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നു, കുടുംബ പ്രാർത്ഥന ചെല്ലുന്നു. ചെറുടെ ഉള്ളിൽ ഒരു ആശയമുണ്ട്. എന്താണ്? നമുക്ക് അന്നം മുട്ടിക്കല്ലേ എന്നുള്ളതാണ് മനസ്സിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരാമെന്നതിനെക്കുറിച്ച് ആയിരിക്കും നമ്മുടെ ചിന്ത. ഒരു ഭയമുള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഭക്തി ഉണ്ടാകും. ഭയവും ഭക്തിയും തമ്മിൽ കുറേ ബന്ധങ്ങളുണ്ട്. ഇത് ഒരു കോമൺ ഫെയ്ത്താണ്. കോമൺ ഫെയ്ത്തുകാർക്കുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭക്തിയുടെ പിന്നിൽ ഒരു ഭയം കിടക്കുന്നുണ്ട്. ഇതൊരു കോമൺ. ഇതിപ്പോൾ നോൺ ക്രിസ്ത്യൻസിന് പോലും ഭയവും ഉണ്ടാവും, ഭക്തിയും ഉണ്ടാവും. ഇനി എപ്പോഴും നമുക്ക് ഒരു ഭയമില്ലാത്ത ഭക്തി ഉണ്ടാകണം. ഭയമില്ലാത്ത ഭക്തി എന്ന് പറയണത് ഇപ്പം നമ്മൾ ഭക്തിയെയും പ്രാർത്ഥനയെയും അതിൻ്റെ പരിണിത ഫലങ്ങളെയും തമ്മിൽ നമ്മൾ കുതിരയും വണ്ടിയും പോലെ കെട്ടിയിടരുത്. എന്താ കാര്യം? നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുതിര ഓടിക്കുന്നു, കാര്യം കുതിര വണ്ടി വലിക്കുന്നു എന്ന് പറയരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന നമുക്ക് ജോലി തരുന്നു എന്ന് പറയരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, കാര്യം എന്താണ്? അത് ഭൗതിക വിഷയത്തെക്കാളുപരി ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിഷയമാണ്. ഭൗതിക നേട്ടങ്ങൾക്കോ കോട്ടങ്ങൾക്കോ അവിടെ സീറോ റിസൾട്ടാണുള്ളതെന്ന് ഒരു ബോധമുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അഭിവാഞ്ചപ്പെടുന്നത് ദൈവത്തിന് വേണ്ടിയാണെന്ന് മാത്രമാണെന്ന് ദൈവത്തിന് തോന്നണം. ഇതിനാണൊരു ഈ ഒരു കേവല പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ആധ്യാത്മികത അതിൻ്റെ പുതിയ വഴികൾ തേടുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എല്ലാ വിഷയങ്ങൾക്കും അപ്പുറത്ത് നീ തന്നെയാണ് ഉടമ്പടിയുടെ നിന്നോടുള്ള ബന്ധവും സ്നേഹവുമാണ് ഉടമ്പടിയുടെ പരമലക്ഷ്യമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഒന്നും ലഭിച്ചില്ലെങ്കിലും ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും
പകരം സഹനമാണ് ജീവിതമെങ്കിലും അത് സന്തോഷത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറുവാൻ എന്നെ അഭിഷേകം ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ. ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഈ ഫൈറ്റിങ്ങിന്റെ ഇടയ്ക്ക് ഫൈറ്റിംഗ് ആണല്ലോ, ജിയോയും ലീഗൽ ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ജീവമരണ ഫൈറ്റിംഗ് അല്ലേ. ഈ ഫൈറ്റിങ്ങിൻ്റെ സമയത്ത് ദൈവം ജിയോയ്ക്ക് 2 ആയുധങ്ങൾ ഇട്ട് കൊടുക്കും. അതാ വിഷയം. ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റും ജിയോയും തമ്മിൽ, ഈ അഡ്വക്കേറ്റ് ജനറലും തമ്മിൽ ഫൈറ്റിങ്ങാണ്. യുദ്ധത്തിൻ്റെ സമയത്ത് ദൈവം 2 ആയുധങ്ങൾ ഇട്ട് കൊടുക്കും. ഒരു ആയുധത്തിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെടുത്ത് 1 പത്രോസ് 5:6 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 1 പത്രോസ് 5:6 1 പത്രോസ് 5:6 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ പറഞ്ഞ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇതിന്റെ വിഷയം വെച്ച് കഴിഞ്ഞാല്, എല്ലാ വിഷയങ്ങളും നമ്മളിങ്ങനെ വെറുതെ വന്ന് ഇവിടെ നോക്കിയാൽ മതി. അപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ മുഴുവൻ വികാരങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റത്തില്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്ന മുഴുവൻ വിഷയങ്ങൾ ജോസഫച്ചൻ എഴുതി അറിയിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം കൂടെ എഴുതി നിങ്ങൾ? എത്ര നേരം കൊണ്ട് നിങ്ങൾ എഴുതി? ഞാൻ തന്നെയാണെങ്കിൽ ഒരു 3-4 പേജ് കത്തുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പടപടാന്ന് വായിക്കും. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയിൻ പോയിൻ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി, ഇത് മൊത്തം വായിക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാകത്തില്ല, മെയിൻ പോയിൻ്റ് വായിക്കാൻ വേണ്ടി കർത്താവ് എനിക്ക് ആ കറക്റ്റ് സ്ഥലം, ഇപ്പോൾ ആൾത്തറയുന്നത് ഞാൻ കത്ത് വായിക്കുന്ന ഇടല്ലേ, പെട്ടെന്ന് വായിച്ചിട്ട് ഞാൻ ക്യാച്ച് ചെയ്യുക സംഭവം. മെയിൻ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കുറേ സമയമുണ്ട് എഴുതാൻ വേണ്ടി അവർക്ക് എടുത്തു. അവർക്ക് അത്രയും വലിയ വശമില്ലാത്തത് കൊണ്ട് അവരെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി എഴുതി വെക്കണതാണത്. പക്ഷേ എനിക്ക് ആ പോയിൻ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ക്യാച്ച് ചെയ്യണതാണത്, പെട്ടെന്ന് ക്യാച്ച് ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മളും ദൈവദൃശ്യനെ പറയണമെങ്കിൽ എന്തുമാത്രം കാര്യം പറയാനുണ്ടാവും. പക്ഷെ നിങ്ങളിവിടെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് സ്കാൻ ചെയ്ത് നിങ്ങളുടെ മനസ്സുള്ള മുഴുവനും സംഭവങ്ങൾ അമ്മ എടുക്കും. ആദ്യമായി അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സക്രിയ സ്റ്റീഫൻ. ഞാൻ വരുന്നത് മുണ്ടക്കയത്തു നിന്നാണ്. ഞാൻ സെൻറ് തോമസ് ഓർത്തഡോക്സ് ഇടവകയാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന 23/8/2023. അതിന് കാരണം 2022 ഞാൻ എൻജിനീയറിംഗ് എക്സാം പാസ്സാകാതെ ഫെയിൽഡായിപ്പോയി. എനിക്ക് 14 സപ്ലി ഉണ്ടായിരുന്നു എക്സാമിന്. അതപ്പം ഞാൻ അതൊന്നും കാര്യമാക്കാതെ പിന്നെ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പം ഭയങ്കര മാനസിക സംഘർഷമുള്ള സമയമായിരുന്നു ആ ടൈം. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, ഇതാണ് എൻ്റെ അമ്മ. അപ്പം അമ്മ പറഞ്ഞു എന്നോട്, എടാ നീ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്ക്. പക്ഷേ എനിക്ക് അതിനോടും ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മറ്റുള്ളവർ പറയുമ്പോൾ കളിയാക്കുമ്പം ഞാൻ പറയും കൃപാസനം വെറും ഫ്രോഡാ, കൃപാസനത്തിൽ പേപ്പർ ഒക്കെ ചുമ്മാ വണ്ടിയുടെ അതിനകത്ത് ഇട്ട് വണ്ടി ഓടും എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ആക്ഷേപങ്ങൾ ന്യൂസിലൂടെ ഇതുമൊക്കെ വരുന്നുണ്ട്. ഞാനും അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ 23 ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കുഴപ്പമില്ലാതെ പോയി. പിന്നീട് അത് വീണ്ടും പയ്യെ ഉഴപ്പായി. ആ സമയത്ത് എൻ്റെ എക്സാം വന്നു. ആദ്യത്തെ എക്സാം ഞാൻ എഴുതി. 14 എക്സാം ഉണ്ട്. ആദ്യത്തെ എക്സാം എഴുതിയപ്പോൾ 2 എണ്ണം കിട്ടി. ബാക്കി വീണ്ടും 12 എണ്ണം കിടക്കുക. പക്ഷേ ഞാൻ വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഒക്കെ അങ്ങനെ പോയി.
പക്ഷേ എന്നിട്ടും എനിക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഞാൻ അന്നപ്പം വിശ്വാസം എനിക്ക് കുറച്ച് ആയി തുടങ്ങി, ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞപ്പം 2 എക്സാം വീണ്ടും ഞാൻ എഴുതി, പക്ഷേ ഫെയിൽഡായിപ്പോയി. അന്നപ്പോഴാണ് നമ്മുടെ ജോസഫ് അച്ഛൻ യൂട്യൂബിലൂടെ പറഞ്ഞു, റീവാലുവേഷന് കൊടുക്കാൻ പറ്റുന്നവർക്കെല്ലാം കൊടുക്കാം, ഇപ്പം കൊടുക്കാം, ആ എക്സാം ജയിക്കും. അപ്പം ഞാനതൊട്ടും വിചാരിച്ചില്ല. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞു, എടാ നീ കൊടുക്ക്, ചിലപ്പം ജയിക്കും. അച്ഛൻ പറഞ്ഞില്ല, ജോസഫ് അച്ഛൻ ഇങ്ങനെ റീവാലുവേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ അവിടെ പോയി റീവാലുവേഷന് കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ ആ 2 എണ്ണം ജയിച്ചു. വീണ്ടും 10 എണ്ണം കിടക്കുക. പക്ഷേ അന്നപ്പോൾ 2024 എത്താറാകാറായി. 2023 ടൈമിലാണ് ഈ സമയം നടക്കുന്നത്. 10 എണ്ണം എക്സാം. ലാസ്റ്റ് ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഇതാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ജയിച്ചോളും പറഞ്ഞ് അച്ഛൻ എന്നെ പ്രാർത്ഥിച്ചു വിട്ടു. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി. 10 എക്സാമിന് വേണ്ടി 10 എക്സാം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. 6-7 ദിവസം രാവിലെ ഉച്ചയ്ക്ക്, അങ്ങനെ രാവിലെ വൈകിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു മൊത്തത്തിൽ എഴുതേണ്ടത്. അങ്ങനെ എഴുതി. എനിക്കറിയത്തില്ല ഏതൊക്കെ എക്സാമാണ്. 4 ചിലപ്പോൾ ഒരു എക്സാമിൻ്റെ പേപ്പറിനകത്ത് 4 പേപ്പർ വരെയൊക്കെ ഞാൻ എഴുതുള്ളൂ. കാരണം എനിക്ക് അത്ര എഴുതാൻ പറ്റുള്ളൂ എന്നെയും കൊണ്ട്. ബാക്കിയെല്ലാം ഞാൻ ഇരുന്ന് എൻ്റെ ഇരിക്കുന്ന കാശിരൂപമുണ്ട്. കാശിരൂപം കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും ഇങ്ങനെ കൊന്ത കൊല്ലുകയും അതൊക്കെ ചെയ്യുകയായിരുന്നു. എല്ലാം പേപ്പറിനും, എല്ലാം 4 പേപ്പർ നോക്കുമ്പം തന്നെ എനിക്കറിയാം ഇത് ഫെയിൽഡായി പോകും ഞാൻ എക്സാം. ഒരു കാര്യം, ടീച്ചേഴ്സ് വരുമ്പോൾ ചോദിക്കും എന്തെങ്കിലും എഴുതുന്നുണ്ടോ, ഇനി ഇപ്പോൾ എന്ന് ജയിക്കും, ഇത്ര എക്സാം ഇല്ലേ. പക്ഷേ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ 4 ആകെ അതിനകത്ത് നോക്കുമ്പോൾ തന്നെ അവർ ടീച്ചേഴ്സ് നോക്കുമ്പോൾ തന്നെ അറിയാം, ഓ ജയിക്കാൻ പാടാ. 4 പേപ്പറിനകത്ത് എഴുതിയിട്ട് എന്ത് മാർക്ക് കിട്ടാനാണ്? 10-60 മാർക്ക് കിട്ടണം, എങ്ങനെയാണ് ജയിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ കാശിരൂപം ഇരുന്ന് അത് ഈ കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ റബ്ബ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് വരച്ച് ഇങ്ങനെ കൊന്തയും ചൊല്ലി ഒക്കെ ഇരിക്കുമായിരുന്നു. അവസാനം അതുപോലെ തന്നെ ഒരു എക്സാം എനിക്ക് അറിയത്ത് പോലുമില്ല. ആ എക്സാം ഡേറ്റ് വന്നു, പക്ഷേ ഞാൻ ആ എക്സാം എഴുതാൻ പോലും അന്നത്തെ ദിവസമാണെന്ന് പോലും അറിയാതെ പെട്ടെന്നൊരു ദിവസം അമ്മ എന്നോട് ചോദിച്ചു, ചേട്ടാ നിനക്ക് എന്നാ എക്സാം? ഞാൻ പറഞ്ഞു, അമ്മ എനിക്കിന്ന് 11:30 തോന്നുന്നു, അപ്പോൾ ഇന്നാണ് ആ എക്സാം ഡേറ്റ്. പക്ഷേ ഞാൻ ഉടനെ തന്നെ അവിടെ കോളേജിൽ പോയി ആ എക്സാം എഴുതി. ഇത് പഠിക്കാത്ത എക്സാമാണ്. ആ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നു. ഇത് പറഞ്ഞു. അങ്ങനെ ഒരു 2 മാസം കാലാവധി കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫുൾ പാസ്. 10 എക്സാമും ഞാൻ ഫുൾ പാസ്സായി ജയിച്ചു. അതുപോലെ തന്നെ എനിക്ക് വേറൊരു എക്സാം ഉണ്ട്, ഒരു UK ബേസ്ഡ് കമ്പനി, UK-യുടെ ഒരു എക്സാം ആയിരുന്നു. ആ എക്സാം എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയാണ് ആ എക്സാമിന്. അത് ഒരു എക്സാം എഴുതണമെങ്കിൽ. കാരണം ആദ്യത്തെ എക്സാം എഴുതി അതിന് 3 തിയറി പേപ്പറാണ്. അപ്പം 2 പേപ്പർ എനിക്ക് കിട്ടി, ഒരു പേപ്പർ ഞാൻ ഫെയിൽഡായി പോയി. അത് 1 മാർക്കിനാണ് ഞാൻ ഫെയിൽഡായി പോയത്. അതും ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എന്നെ പ്രാർത്ഥിച്ച് വിട്ടു. ഞാൻ അവിടെ ചെന്ന് കാശിരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാശിരൂപവും ഉപ്പും ഇതല്ല. എല്ലായിടത്തും ഞാൻ പോകുമ്പോൾ ഉപ്പ് ഒന്നെങ്കിൽ വെളിയിലോ അല്ലെങ്കിൽ കോളേജിൻ്റെ എക്സാം സെൻറ്ററിൻ്റെ അകത്തോ ഒക്കെ ഇടും. ഈ എക്സാമിന് ആദ്യത്തെ പോയി എക്സാം എഴുതി 2 മാർക്കിനാണ് ഞാൻ തോറ്റുപോയത്. എനിക്ക് 70% വേണം, അതിനകത്ത് 2 മാർക്കിന് ഞാൻ തോറ്റുപോയി. വീണ്ടും ആ എക്സാം എഴുതാൻ വേണ്ടി കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതി ഞാനിവിടെ വന്ന് മാതാവിനെയും കണ്ട് പറഞ്ഞിട്ട് പോയി, മാതാവ് എനിക്ക് കിട്ടണം, എന്നെ മാതാവിൻ്റെ അപേക്ഷ പോലെ ഇരിക്കും പറഞ്ഞ എല്ലാം. ഞാൻ അവിടെ ചെന്നു, എക്സാം എഴുതിയപ്പോഴും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ടാബേലായിരുന്നു ചെയ്യേണ്ടത് എക്സാം. അവിടെ ചെന്നു, ലിഫ്റ്റേ വരെ ഞാൻ തൈലം എടുത്ത് തേക്കുമായിരുന്നു. എല്ലാ കൂടെ ഉള്ളവരും ചോദിക്കും, എന്തുവാണ് നീ കാണിക്കുന്നത് തൈലം ഒക്കെ? ഞാൻ പറഞ്ഞ ദേഹത്ത് ഞാൻ തലയിലും ദേഹത്തും എല്ലാം തേച്ചിട്ട്, ഞാൻ കണ്ണെല്ലാം തേച്ചിട്ടാണ് ലിഫ്റ്റേ വരെ തൈലം തേച്ചിട്ട്, മാതാവ് ഇനി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നൊക്കെ ഞാൻ പറയും. അവിടെ ചെന്ന് കയറി ഞാൻ എക്സാം എഴുതി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 30 മാർക്കൊക്കെ ഉള്ളായിരിക്കും. എനിക്ക് 56 മാർക്ക് വേണം ജയിക്കാൻ. പക്ഷെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 30 മാർക്കേ ഉള്ളൂ. ഇതെങ്ങനെയാണ്? അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രി സായാഹ്ന പ്രാർത്ഥനയുടെ സമയത്താണ് എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, ആളെയാ റിസൾട്ട് വന്നു, നീ പാസ്സായി, ഞാൻ 2 മാർക്കിനെ നീ ജയിച്ചതെന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു അനുഭവം തന്നെയാണ്, സാക്ഷ്യം തന്നെയാണ്. അതുപോലെ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കാനല്ല, പള്ളിയിലും ഇവിടെയൊക്കെ പോകുമായിരുന്നു. പക്ഷേ അത്യാവശ്യം അങ്ങനെ. പക്ഷേ കൃപാസനത്തിൽ വന്നതോടെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാനും വേദപുസ്തകം വായിക്കാനും ഇതൊക്കെ ആയി. അതിൽ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്നത് ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് ദ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് എന്ന് തന്നെ വിശ്വസിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു ചേച്ചിയുടെ ജോലിയുടെ ഒരു പ്രശ്നമുണ്ടായി UK-ൽ. ആ ചേച്ചിക്ക് ജോലി ഇല്ലാതെ വന്നു. അവിടെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പം അതും നടന്നു. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നം 7 വർഷമായി. അതിനുവേണ്ടി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു, ഞാനും അമ്മയും എല്ലാം ഇരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ അമ്മ ഒരു ദിവസം പോയി അവിടെ പോയി ഉപ്പിട്ടതിൻ്റെ 2ാമത്തെ ദിവസം ആ സ്ഥലം വിറ്റുപോകുകയും ചെയ്തു.
അതൊരു വലിയ സാക്ഷ്യം. ഒത്തിരി അനുഭവങ്ങൾ കൃപാസനത്തിൽ വന്നതോടെ ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെയാണ് പത്രം, എൻ്റെ ഈ കൃപാസനത്തിൻ്റെ പത്രം ഒരു ദിവസം വീട്ടിന് റിനോവേഷൻ സമയത്ത് കാണാതെ പോയി. ഞാൻ വീട്ടിലില്ലായിരുന്നു. വൈകുന്നേരം വീട്ടിൽ വന്നപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പത്രം എടുത്തപ്പം പത്രം കാണുന്നില്ല, ഉടമ്പടി പത്രം കാണുന്നില്ല. ഈ ഉടമ്പടി പത്രം അപ്പം ഞാൻ തപ്പി, വീട് മൊത്തം തപ്പി, ഒരു വഴിയില്ല. അവസാനം അമ്മയോട് ചോദിച്ചു, അമ്മ എന്നെ ചെയ്യും, ഇത് എവിടെ പോയി അറിയത്തില്ല. ഇനി വേസ്റ്റ് വന്നപ്പം ഞങ്ങൾ അവിടെ ഒരു ഇടത്ത് കൊണ്ടുവന്ന് കളയുകയും ചെയ്തു. ആ കളയാൻ കൊണ്ടുപോയി വേറെ 2 ചേട്ടന്മാരാണ്, അവരെ എടുത്തുകൊണ്ട് ഇതും കൂടി കൊണ്ടുപോയി കളയുകയും ചെയ്തു. അമ്മയ്ക്ക് അങ്ങനെ, അമ്മയും ഞാനും അന്ന് വൈകിട്ടിരുന്ന് പ്രാർത്ഥിച്ച് ഒരു വഴിയില്ല, സങ്കടപ്പെട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ഉടമ്പടി പത്രമാണ്, ഇനിയും കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇനി വീണ്ടും വന്ന് ആദ്യമായിട്ട് ഉടമ്പടിയൊക്കെ എടുത്ത് വരേണ്ടി വരും. അവിടെ ചെന്ന് അതുപോലെ അന്ന് രാത്രി അമ്മ ഇവിടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മയുടെ മനസ്സിൽ മഴവില്ലൊക്കെ കാണിച്ചു. മഴവില്ല് കാണിക്കുകയും എടാ ഇതിങ്ങനെ അമ്മയുടെ മനസ്സിൽ കാണിച്ചു, ഏതൊരു തോട്ടം സ്ഥലം എന്നൊക്കെ. അപ്പം അമ്മ പറഞ്ഞു, എടാ എൻ്റെ സംശയമുണ്ട്, അവിടെ മാതാവ് ഇങ്ങനെ രാത്രി കാണിക്കുന്നു, മനസ്സിൽ വന്ന് കാണിച്ചു, അവിടെ ഈ തോട്ടത്തിൽ നിൻ്റെ കാശീരൂപവും ഈ പത്രവും ഇതെല്ലാം അവിടെ കിടപ്പുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ പിറ്റേ ദിവസം രാവിലെ ഭയങ്കര മഴയായിരുന്നു. അതൊരു ഈ പന്നിയും ഇതൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെ ചെന്ന് രാവിലെ ഞാനും അമ്മയും കൂടി നടന്ന് അങ്ങ് അവിടെ ചെന്ന് നോക്കിയപ്പം മഴയൊക്കെ പെയ്ത് ഈ പത്രത്തിനൊന്നും പറ്റിയില്ല, കാശിരൂപവും പോയില്ല, ഈ പത്രത്തിൻ്റെ സൈഡ് മാത്രം പോയുള്ളൂ. അത് ഒരു നനയാതെ ഈ പത്രത്തിൽ ഇങ്ങനെ മറിഞ്ഞ് കിടക്കുമായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ. അതെനിക്ക് ഏറ്റവും വലിയ വിശ്വാസമായിപ്പോയി. കൃപാസനത്തെ അമ്മയോട് ഞാൻ വന്ന് അപേക്ഷ പ്രാർത്ഥിച്ചതാണ്. പിന്നെ അതുപോലെ പ്രേക്ഷിത പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ പൊതിച്ചോറ് കൊടുക്കും ആശുപത്രികളിൽ, അതുപോലെ പത്രം കൊടുക്കും. പത്രം ഞാൻ ആശുപത്രികളിലാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ ഇടയ്ക്ക് ഡെലിവറി ബോയ് ആയിട്ട് ഓടുമായിരുന്നു. ഡെലിവറിക്ക് പോകുമ്പം ഡെലിവറി സാധനം കൊടുക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഓരോ പത്രവും കൂടി ഓരോരുത്തർക്ക് കൊടുക്കും. ചിലവർ വേണ്ടാന്ന് പറയും, ചിലവർ വേണമെന്ന് പറയും, ചിലവർ നമ്മളെ കളിയാക്കും. അതൊന്നും എനിക്ക് സാരമില്ല. എനിക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ മാതാവായ തന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ഞാൻ വന്നത് ആത്മീയ ജീവിതം എനിക്ക് കുറച്ചും കൂടി പ്രാർത്ഥിക്കാൻ പറ്റി. അതുപോലെ വേദപുസ്തകമൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടും, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ വേദപുസ്തകം നല്ല വൃത്തിയായി അത് മനസ്സിലാക്കി വായിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ ദേഷ്യപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. ഭയങ്കരമായിട്ട് ആരെങ്കിലും ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ പെട്ടെന്ന് ചാടിക്കയറി ദേഷ്യപ്പെടും. അതൊക്കെ എനിക്ക് ഒത്തിരി മാറ്റം ഉണ്ടായി, ദേഷ്യപ്പെടുന്നതൊക്കെ സൈലൻ്റ് ആയിപ്പോയി. അതുപോലെ ഞാൻ ആര് സഹായം ചോദിച്ചാലും, സാമ്പത്തികമായാലും ആര് സഹായം എന്നോട് ചോദിച്ചാലും ഞാനത് ചെയ്തു കൊടുക്കും. ഇപ്പം പണ്ടൊക്കെ ഞാൻ നോ പറയുമായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ എസ് എന്നേ പറയുള്ളൂ. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആർക്കും എപ്പം വിളിച്ചാലും ഞാൻ റെഡിയായിട്ട് കൊടുക്കും. അതൊക്കെ എനിക്ക് ഒരു ദൈവത്തിനോടും അല്ലെങ്കിൽ ആ മാതാവിനോടും ഇങ്ങോട്ട് വന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കൃപാസനത്തിനെ ആരും തള്ളിപ്പറയരുത്. തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ ചേച്ചിയും. പക്ഷേ ഞങ്ങൾ അമ്മയോട് കളിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഞങ്ങളെ നേരെ തിരിച്ച് ഇവിടെ കൊണ്ടുവരേണ്ടി വന്നു. അമ്മയോടും കൃപാസന അമ്മയോടും എല്ലാം നന്ദി അറിയിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷി ആകുവാനായിട്ട് എന്നെ, എൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം പറയുന്നു. ഇതെൻ്റെ മോന്, ഇതെൻ്റെ ബ്രദറ്. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഒരു സാക്ഷ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ വന്നൊരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. 2024 മെയ് 1 തീയതി. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 21/11/2019 ആദ്യമായിട്ട് ഞാൻ സാക്ഷ്യം ഉടമ്പടി വന്ന് ഇവിടെ എടുത്തത്. അന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. വീട്ടിലെല്ലാം ഭയങ്കര പ്രശ്നങ്ങൾ, പല സംബന്ധമായ കേസ്, അങ്ങനെ ഓരോരോ പിള്ളേരുടെ വിദ്യാഭ്യാസം എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതൊന്ന് ഞാൻ കാണാൻ വേണ്ടി ഇവിടെ വന്ന് നിന്ന് നോക്കിയപ്പം എനിക്ക് ഈ ഇവിടുത്തെ ജനങ്ങളുടെ ഇവിടെ വരുന്ന ആൾക്കാരുടെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നി. ഞാൻ ആ സ്പോട്ടിൽ തന്നെ എൻ്റെ മാതാവിൻ്റെ ആ സാന്നിധ്യം തിരിച്ചറിയാൻ ഞാൻ അന്നേരം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പോവുകയായിരുന്നു. ഇപ്പോൾ ഞാൻ സാക്ഷ്യം എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് തന്നിട്ടുണ്ട്. ഒത്തിരി ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞതിനകത്ത് ഒത്തിരി ആയുള്ള ഇനിയിപ്പം ഞാൻ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ ബ്രദറിന് വേണ്ടിയാണ്. ഇതെൻ്റെ ഏക ഒരു ബ്രദറാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ 13 പെൺപിള്ളേർ കൂടെ ഉള്ള ഏക ഒരു ബ്രദറാണ് ഇവന് കല്യാണം കഴിഞ്ഞ് 2007 ഇവൻ കുമ്പസാരിച്ചിട്ടുള്ള 18 വർഷമായിട്ട് ഇവൻ കുമ്പസാരിക്കുകയോ പള്ളിയിൽ പോവുകയോ ഉള്ളിൽ ചിലപ്പം പ്രാർത്ഥന ഉണ്ടെന്നായിരിക്കും. പക്ഷേ ഞങ്ങളൊന്നും ആയിട്ട് ഇവനാ ഭയങ്കരമായിട്ട് മദ്യം ഉപയോഗിക്കുമായിരുന്നു, സിഗരറ്റ് വലിക്കുമായിരുന്നു. ഒരു ദിവസം 4 കുപ്പിയോളം. അതൊക്കെ അവൻ ഇനിയും പറഞ്ഞോളും. അവൻ്റെ ജീവിതത്തിൽ എന്തായാലും ഇവന് കഴിഞ്ഞ വർഷം ഒരു വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇവൻ്റെ കാല് ഒരു വലിയൊരു മുറിവുണ്ടായി. ആ മുറിവ് വല്ലാതെ പഴുത്ത് വ്രണമായി. കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞ് അങ്ങനെ മെഡിക്കൽ കോളേജിൽ അവിടുന്ന്
അവരവിടെ മുറിക്കാൻ ചെന്നു. പക്ഷേ ഞാനിത് വിവരം അറിഞ്ഞു. പെട്ടെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഓടിച്ചെന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് പേടിയായി പോയി. കാരണം ഞാൻ തീർച്ചയായിട്ടും വിശ്വസിച്ചു അവൻ്റെ കാല് മുറിച്ച് കളയുമോ എന്നുള്ളൊരു പേടി കണ്ടപ്പം ഡോക്ടർമാരും എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ മാതാവിനോട് കരഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ പറഞ്ഞു, മാതാവേ, എൻ്റെ ഈ കുഞ്ഞിനെ അമ്മ മാതാവിൻ്റെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. പിന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും ഉപ്പും തൈലവും തേനും ഒക്കെ ഉണ്ട്. ഞാനതെടുത്ത് ഇവൻ കറച്ചിയോടെ ഭയങ്കര ബഹളം അവിടെ കിടന്നു. അപ്പോൾ ഞാനിവൻ്റെ കാലയിൽ ഇവൻ അറിയാതെ അത് തേച്ച് വെച്ച് അവൻ എന്നാ ചെയ്യേണ്ടതെന്നറിയാം. ഭ്രാന്തന്മാർ കാണിക്കുന്ന പോലാണ് കാണിക്കുന്നത്. പക്ഷേ ഞാനത് തേച്ച് വെച്ച് പ്രാർത്ഥിച്ചു. പത്രം ഉണ്ടായിരുന്നു ഇവൻ്റെ തലവണയ്ക്ക് അടിയിൽ ഞാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് വിശ്വാസപ്രമാണം എല്ലാം പ്രാവശ്യം അന്ന് രാത്രി ഇവൻ നന്നായി കിടന്നുറങ്ങിയെന്നാണ് അടുത്തുള്ള കട്ടിലേ കിടന്നവരെല്ലാം പറഞ്ഞു. പിന്നെ ഇവനെ ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇവൻ മാതാവിൻ്റെ ഒരു മകനായിട്ട് തിരിച്ചു വന്നാൽ അമ്മയുടെ ഈ തിരുസന്നി ഞാൻ ഇവനെ കൊണ്ടുവരും. അതിനുള്ളൊരു അവസരം എനിക്ക് ഇന്നൊരുക്കി തന്നെൻ്റെ മാതാവ്. അവൻ്റെ കാല് മുറിച്ച് കളയേണ്ട വന്നില്ല. അവിടുന്ന് തിരിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് വിട്ടു. അവനെ ഞങ്ങൾ ഒരു വർഷമായിട്ട് ശുശ്രൂഷിച്ച് ഞങ്ങളുടെ എല്ലാ ആൾക്കാരും ബന്ധുക്കാരും സ്വന്തക്കാരുമായിട്ട് യാതൊരുവിധ ഇതും അവനില്ലായിരുന്നു. ആരുമായിട്ട് കണക്റ്റോ ഒന്നുമില്ല. പക്ഷേ അവൻ ഞങ്ങളുടെ കൂടെ വന്ന് അവൻ ഇപ്പം മാതാവിൻ്റെ നല്ലൊരു മകനാണ്. ഇവനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഇവനിങ്ങനെ വന്നതെന്നുള്ള. അത്രയും ഒരു പാപമായ ജീവിതത്തിലേക്ക് പോയ ഒരാളാണ്. ഇനി ബാക്കിയൊക്കെ അവൻ പറയും. പിന്നെ എൻ്റെ സിസ്റ്ററമ്മ പറഞ്ഞായിരുന്നു, എൻ്റെ മോടെ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി UK ഞാൻ പ്രാർത്ഥിച്ച് അത് കിട്ടി. ഞാൻ പറയണ്ട, അവർ വന്നിട്ട് അവരിനി സാക്ഷ്യം പറയാൻ വേണ്ടി എല്ലാവരുടെ വരും. അന്നേരം അത് പറയാം. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും രക്ഷിതപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. ഇവിടുന്ന് വന്ന് രണ്ട് എനിക്ക് തരുന്നതിനേക്കാളും കൂടുതൽ 2-3 കിട്ടും. വീണ്ടും ഞാൻ കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് പോയി. എനിക്കൊരു മടിയില്ല എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാൻ. ഞാൻ കൂടുതലും കൊടുക്കുന്ന ഹോസ്പിറ്റലിലാണ്. പറഞ്ഞു കൊടുക്കും, എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഇത് കൊടുക്കാൻ പൈസ കൊടുക്കാണ്ട് സാമ്പത്തികമായിട്ട് ആര് വന്ന് ചോദിച്ചാലും എനിക്കും ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്കില്ല. ഇപ്പം എല്ലാവരും ആരെന്നോട് എന്നാ പ്രശ്നം വന്ന് പറഞ്ഞാലും ഒരു പുഞ്ചിരിയോടുകൂടി അവരോട് ചോദിക്കാൻ അവർക്കൊരു സാന്ത്വനമായിട്ട് എനിക്ക് അവരിൽ പ്രവർത്തിക്കാൻ തക്കണം കാര്യം. അതുകൊണ്ട് ധാരാളം ആൾക്കാർ എന്നോട് വന്ന് ചോദിക്കാറും കാര്യങ്ങളും. ഞാൻ ഒത്തിരി പേരെ ആൾക്കാരെ ഇവിടെ വിട്ടിട്ടുണ്ട്. മോനിപ്പം സാക്ഷ്യം പറഞ്ഞു, അതിന് ഞാൻ എഴുതി വെച്ചതാണ്. അവന് 2 മാർക്ക് കിട്ടി മാതാവേ തരണമെന്ന്. അതുപോലെ തന്നെ മാതാവ് അവനെ ജയിപ്പിച്ചു തന്നു. 2 മാർക്ക് കൊടുത്ത് ജയിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ 7-ാം തീയതി ഞങ്ങൾക്ക് ഇവിടെ വന്ന് മാതാവിനെ തൊട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം എനിക്ക് തന്നു. പിന്നെ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്. ഞങ്ങൾക്ക് അങ്ങനെ കൊന്തയൊന്നും ഇല്ല. പക്ഷേ ഞാനിപ്പോൾ ഞങ്ങൾ ഈ യൂട്യൂബിലൊക്കെ കണ്ട് കൊന്തയൊക്കെ ചൊല്ലും, ബൈബിള് വായിക്കും. അതുപോലെ തന്നെ ഞാൻ സൺഡേ സ്കൂളിൻ്റെ അധ്യാപികയാണ്. 16 വർഷമായിട്ട് അതിരിക്കുന്നു. സമാജത്തിൽ പള്ളിയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ എൻ്റെ മക്കളെ അതിനോട് ചേർത്ത് നിർത്തിയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. മാതാവിനും തിരുക്കുമാരനും 1000 കോടി വന്നു. ഇനിയല്ല, എൻ്റെ മുമ്പോട്ടുള്ള എല്ലാ ജീവിതത്തിനും എൻ്റെ മാതാവിനെ വിട്ട് ഞാൻ പോകില്ല. മാതാവിനെ ഉറപ്പിച്ച് ഞാൻ കൈ മുറുക്കെ പിടിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോബൻ. ഞാൻ കുവൈറ്റിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കുവൈറ്റിലാണ്. ദൈവവും അമ്മ മാതാവും ചെയ്തു തന്ന അനുഗ്രഹത്തിന് എത്ര കോടി നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ എൻ്റെ വീടിൻ്റെ പണി ഭംഗിയായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ എനിക്ക് വിദേശത്തൊരു കമ്പനിയിൽ നല്ലൊരു കമ്പനിയിൽ തന്നെ ജോലി ഉണ്ടായിരുന്നു. ആ കമ്പനി ഞാൻ ഉപേക്ഷിച്ച് വേറൊരു കമ്പനിയിലോട്ട് പോകാൻ ഇത് സാധിച്ചു. ഇതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്നത് 23/5/2024 അപ്പം എനിക്ക് വളരെയേറെ ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ കൊറോണ സമയത്ത് നാട്ടിലേക്ക് വന്നപ്പോൾ അത് കഴിഞ്ഞ ഒരു സമയത്തായിരുന്നുകൊണ്ട് എനിക്ക് എയർപോർട്ടിൽ ഫ്ലൈറ്റുകൾ പോകുന്നുണ്ട്, എനിക്ക് കുവൈറ്റ് തിരിച്ചെല്ലാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് ആ സമയത്ത് തിരിച്ചു പോകാൻ സാധിച്ചില്ല. ഞാൻ ഒരു 5 മാസത്തോളം നാട്ടിലായിരുന്നു. അപ്പം അതെനിക്കൊരു പലപ്പോഴും അനുഗ്രഹമായി തീർന്നു. കാരണം എൻ്റെ വീടിൻ്റെ പണി ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ 15 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഞാൻ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ട് എനിക്ക് ഒരു 2800 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ചെയ്യാൻ സാധിച്ചു. അത് വെച്ച് ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒരു കാലിത്തൊഴുത്ത് പണിയാനുള്ള പൈസ കൊണ്ട് എനിക്ക് നല്ലൊരു വീട് 2800 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് ചെയ്യാൻ സാധിച്ചു. അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അത് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് എനിക്ക്
8 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ 17/8/2024 എനിക്ക് ആ വീട് കൂദാശ ചെയ്ത് അതിൽ കയറി താമസിക്കാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ 28/8 ഞാൻ ഇവിടെ വന്നു, പ്രാർത്ഥിച്ചിട്ട് പോയി. എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള സാധ്യത ഉള്ളായിരുന്നുകൊണ്ട് ഞാൻ വീണ്ടും കുവൈറ്റിലേക്ക് പോയി അവിടെ ഉടമ്പടിയിൽ തന്നെ തുടരുകയായിരുന്നു. എനിക്ക് ആ സമയത്ത് പക്ഷേ തിരിച്ചു വന്നെങ്കിലും എൻ്റെ ജോലി 5 വർഷം കൊണ്ട് ഞാൻ നാട്ടിലായിരുന്നുകൊണ്ട് എനിക്കതൊരു പ്രോബ്ലമല്ല. ഞാൻ എൻ്റെ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഞാനൊരു അക്കൗണ്ടൻറ്റ് കം ക്യാഷിയർ എന്നുള്ള പോസ്റ്റായിരുന്നു. അതിൽ തന്നെ തുടർന്നെങ്കിലും എനിക്കുള്ള ശമ്പളം ആ സമയത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് പലർക്കും, എൻ്റെ കൂട്ടത്തിലുള്ള പലർക്കും കൂട്ടിയെങ്കിലും എനിക്കത് കൂട്ടി കിട്ടിയില്ല. അപ്പോൾ ഞാനത് 5-6 മാസത്തോളം എൻ്റെ മാനേജറോട് പറഞ്ഞു, സാറേ എനിക്ക് കൂട്ടി കിട്ടണം, ഇല്ലെങ്കിൽ എനിക്കത് പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാളൊരു ചെയ്യാമൊരു പറയുന്നുണ്ടെങ്കിലും അയാളൊരു നിസ്സാരമായിട്ട് അത് കണ്ടുകൊണ്ടിരുന്നു. ഞാനെങ്കിൽ ഇവിടെ വിട്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ റിസൈൻ ചെയ്തു, അവിടുന്ന് ഇറങ്ങി. അപ്പോൾ എനിക്കൊരു ധൈര്യം എന്ന് പറയുന്ന അമ്മമാതാവിനെ എപ്പോഴും കയ്യിൽ ഞാൻ പിടിക്കുന്നുണ്ട്. ഞാൻ എന്നും കാലത്ത് എഴുന്നേറ്റ് കൊന്ത ചൊല്ലാറുണ്ട്, അച്ഛൻ്റെ പ്രെയർ കേൾക്കാറുണ്ട്. അതിനെ ഞാൻ എപ്പോഴും ഉടമ്പടിയെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു ധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചൊരു ലാഗ് വന്നു. എനിക്ക് മെയ് മാസം 2024 എനിക്ക് നല്ലൊരു ജോലി, നല്ലൊരു മലയാളി വിത്ത് കുവൈറ്റിയും കൂടെ പാർട്ണർഷിപ്പിലുള്ളൊരു നല്ലൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. അതിലെൻ്റെ ഒരു മൂത്ത സഹോദരൻ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാവുന്ന ഒരു വ്യക്തി തന്നെ എനിക്ക് സഹായം തന്നു. അയാൾ അതിൽ ജോലി ചെയ്യുന്ന ആളാണ്, 25 വർഷമായി ജോലി ചെയ്യുന്ന ഒരാൾ. പുള്ളി തന്നെ റെക്കമെൻഡ് ചെയ്ത് എനിക്ക് നല്ലൊരു ജോലി, നല്ല ഓഫീസിൽ തന്നെ ഒരു നല്ല ജോലി കിട്ടി. ഞാൻ ചോദിച്ച ശമ്പളം തന്നെ എനിക്ക് കിട്ടി. ഞാൻ എൻ്റെ ഉടമ്പടി സാക്ഷ്യമെന്ന് പറഞ്ഞാൽ, ഞാൻ നാട്ടിൽ വരുന്ന സമയങ്ങളിൽ ഒരു അനാഥാലയമുണ്ട്. ഞങ്ങളുടെ വീടിനോട് അടുത്ത് ഒരു 15 കിലോമീറ്റർ പോയാലൊരു അനാഥാലയമുണ്ട്. അവിടെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാർ ഒരു 10-200 പേര് താമസമുണ്ട്. അവിടെ പോയി സാമ്പത്തികമായിട്ട് ഞാൻ എല്ലാ വർഷവും സഹായം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട് ഞാൻ പണിഞ്ഞ സമയത്ത്, വീട് കൂദാശ ചെയ്യുന്നതിന് മുമ്പ് അവർക്കുള്ള കാലത്തെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എത്തിച്ചതിന് ശേഷം തന്നെയാണ് എൻ്റെ വീടിൻ്റെ കൂദാശ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തത്. ഒരു ധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ആൾക്കാരെ സഹായിക്കാനെ കൊണ്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. കുവൈറ്റിലാണെങ്കിലും പലരും സഹായം ചോദിച്ചാലും നമ്മൾ ചെയ്യാറുണ്ട്. നാട്ടിൽ വരുമ്പോൾ ഈ അനാഥാലയത്തിൽ എല്ലാ വർഷവും ഞാൻ പോയി സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ എനിക്കൊരു സ്ഥിരപ്പെട്ട ജോലി, ഞാൻ ചോദിച്ച ശമ്പളത്തിന് തന്നെ എനിക്ക് ഇവിടെ ജോലി കിട്ടി. വളരെയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ ജോലിയുടെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കുവൈറ്റിൽ വെള്ളിയാഴ്ചകളിൽ കുടുംബ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പല വീടുകളിലും ചെന്നാലും നമ്മുടെ കൃപാസനത്തിൻ്റെ നേർച്ച വസ്തുക്കൾ അവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ആവശ്യപ്പെട്ടു, ഇതെനിക്കിങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്, എനിക്കൊരു ജോലിക്ക് പുതിയതായിട്ട് കയറണം. അപ്പം ഞാൻ ഉടമ്പടിയിലാണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണെന്ന് അവൻ പറഞ്ഞു. അവൻ എനിക്കതിനൊരു സഹായം ചെയ്തു തന്നു. ഞാനത് എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോൾ ഞാൻ ഫാമിലിയായിട്ട് അവിടെയാണ്, എൻ്റെ വൈഫ് കുഞ്ഞ് എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് രോഗങ്ങൾ വരുന്ന സമയത്ത് ഞാൻ അവർക്ക് ഛർദിലോ പനിയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഉടമ്പടി തൈലം അവർക്ക് തേക്കാറുണ്ട്. ഉടമ്പടി ഉപ്പ് അവർക്ക് കൊടുക്കാറുണ്ട്. അതിന് വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസവും ഒരു രക്ഷയും എനിക്ക് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. അമ്മമാതാവിൻ്റെ കയ്യിൽ നമ്മളെപ്പോഴും കരം പിടിച്ച് നടന്നാൽ ആരെയും കൈവിടില്ല. എനിക്ക് പല പ്രതിസന്ധികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം ഞാനൊരു ധൈര്യം എനിക്ക് അമ്മമാതാവായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നാട്ടിൽ കുവൈറ്റിൽ പോകുന്നതിന് മുമ്പിട്ടാണ് ഓഡിറ്ററായിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ ഓഡിറ്ററായിട്ട് അവിടെ ജോലി ചെയ്യുമ്പോൾ പലരും എൻ്റെ കൊളീഗിനോടൊക്കെ എൻ്റെ കൂട്ടത്തിലുള്ളവരോടൊക്കെ ഞാനൊരിച്ചിരി അഹന്തയോടാണ് പെരുമാറുന്നത്. ഞാൻ ഓഡിറ്ററാണ്, ഞാൻ ഇച്ചിരി പവറുള്ള ആളാണ് എന്നുള്ള ഒരു അഹന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അത് പലപ്പോഴും എനിക്കത് എൻ്റെ ഇപ്പോഴത്തുള്ള ജീവിതത്തിലൊക്കെ വന്ന് കയറാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഒരു വചനം എപ്പോഴും ഓർക്കാറുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:52
യേശു ജ്ഞാനത്തിനും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. നമുക്ക് ആ ഒരു വചനം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അപ്പം നമ്മളിങ്ങനെ വീർത്തിരിക്കുന്ന നമ്മുടെ അഹന്ത പെട്ടെന്ന് അങ്ങ് ചുരുങ്ങി നമ്മളൊരു ഒരു ഒരു സാധാരണ മനുഷ്യനായി തീരുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല വചനങ്ങൾ ഞങ്ങൾ ഓർക്കാറുണ്ട്. അതുപോലെ പുറപ്പാടിൻ്റെ പുസ്തകം 14:14 ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അതുപോലുള്ള വചനങ്ങൾ നമ്മൾക്ക് തരുന്ന ധൈര്യം ഭയങ്കരമാണ്. നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രതിസന്ധികളിലൊക്കെ ഈ വചനങ്ങളൊക്കെ പലപ്പോഴും ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഫ്രീ കിട്ടുമ്പോൾ ഞാൻ വചനങ്ങൾ എഴുതാറുണ്ട്. വാട്സപ്പിൽ അത് എടുത്തിട്ടിട്ടുണ്ട്. അത് വായിക്കാനും പഠിക്കാനും വചനം വായിക്കാനും ഒക്കെ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കാലത്തുള്ള ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അപ്പം ഞാൻ ഈ എൻ്റെ അനുഗ്രഹം പറഞ്ഞുകൊണ്ടിരുന്നാൽ വളരെയേറെ കാര്യങ്ങളുണ്ട്. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും എന്നോട് കൂടെയുണ്ട് മാതാവുണ്ട്. മാതാവിൻ്റെ സംരക്ഷണം ഇല്ലെങ്കിൽ ഞാൻ പലപ്പോഴും വീണു പോകുമായിരുന്നു. പല പ്രലോഭനങ്ങളുണ്ടായിട്ടുണ്ട്. പലപ്പോഴും പ്രാർത്ഥിക്കാനും കുർബാനയ്ക്കൊക്കെ പോകാൻ പല തടസ്സങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുവൈറ്റിലായിരിക്കുമ്പോൾ കുവൈറ്റിൽ പലപ്പോഴും 50 ഡിഗ്രി ചൂടും ഇപ്പം വരുമ്പോൾ 4 ഡിഗ്രി വരെ ചൂട് ആയിട്ടുണ്ട്. അത്രയും തണുപ്പാണ്. ആ സമയത്ത് വെള്ളിയാഴ്ചകളിലുള്ള കുർബാനകളിൽ കാലത്ത് 6 മണിക്ക് എഴുന്നേറ്റ് 7 മണിക്ക് അത് കൂടി കുമ്പസാരിക്കാനും 2 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ കുമ്പസാരിക്കാനൊക്കെ വളരെയേറെ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ സാധാരണക്കാർ വിചാരിക്കും ഇപ്പോൾ ഇച്ചിരി റെസ്റ്റ് എടുക്കാം. അവിടെ ലാറ്റിൻ കുർബാനയുണ്ട്, മലങ്കര കുർബാനയുണ്ട്, മലബാർ കുർബാനയുണ്ട്. ഇതിൽ ഏതെങ്കിലും കുർബാന നമ്മൾ പങ്കെടുക്കാറുണ്ട്. അതിന് വീഴ്ച വരുത്താതെ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും അവധിയുള്ളപ്പോൾ ഞാൻ പോയി പങ്കെടുക്കാറുണ്ട്. അതുപോലെ മാതാവിൻ്റെ അനുഗ്രഹത്തിന് എത്ര ഞാനിവിടെ നിന്ന് എനിക്ക് ഇന്ന് മുഴുവനും പറയാൻ സാധിക്കും. പക്ഷേ നിങ്ങളോട് പറയാനാണ് എനിക്ക്, നിങ്ങൾ മാതാവിനെ മുറുകെ പിടിച്ചോളുക. മാതാവ് നിങ്ങളെ നടത്തും. അതാണ് എൻ്റെ ധൈര്യം. ഈശോയ്ക്കും അമ്മ മാതാവിനും തന്ന കൃപയ്ക്ക് 1000 നന്ദി പറയുന്നു.